മിതത്വത്തിൻ്റെ മതമാണ് ഇസ്ലാം. എല്ലാം മിതത്വമാണ്, ഏറെയുമില്ല കുറവില്ല. അടിസ്ഥാന മതം ദൈവികമാണ്. അതുകൊണ്ട് തന്നെ ദൈവിക മതത്തിൻ്റെ അടിത്തറയിൽ നോമ്പുണ്ട്. നോമ്പ് മനുഷ്യനെ വിവേകം പഠിപ്പിക്കാനാണ്. ഇതിനാണ് ഇതൊക്കെ പറഞ്ഞത്. ഉദാഹരണം പറയാം, സെമിറ്റിക് മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇബ്രാഹിം നബിയാണ്. എല്ലാ സെമിറ്റിക് മതങ്ങളിലും നോമ്പുണ്ട്. സെമിറ്റിക് മതങ്ങൾ പറയാം. സെമിറ്റിക് മതങ്ങൾ ഇസ്ലാം, ജൂതമതം, പറ, ക്രിസ്തുമതം, ഹിന്ദുമതം. ഹിന്ദുമതവും സെമിറ്റിക് മതങ്ങളിൽപ്പെട്ടതാണ്. ഇതിലെല്ലാം എന്തുണ്ട്? വ്രതമുണ്ട്. കാലാന്തരത്തിൽ വ്രതത്തിൻ്റെ ശൈലികൾ മാറിയിട്ടുണ്ടാവും. അതിൻ്റെ ലക്ഷ്യമല്ലാത്ത മറ്റെന്തിലേക്കെങ്കിലും അത് തിരിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ വ്രതത്തിൻ്റെ സോള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാലും ബേസ്മെന്റിൽ എന്തുണ്ട്? വ്രതമുണ്ട്. എല്ലാ സെമിറ്റിക് മതങ്ങളിലും ഉണ്ട്. സാമാണ് പ്രളയം കഴിഞ്ഞപ്പോൾ നൂഹ് നബിക്ക് 3 മക്കളുണ്ട്. ഹാം, സാം, യാഫസ്. അൽ ബശറു യൗമഇദിൻ അബ്നാഉ നൂഹിൻ അസ്സലാസ. മനുഷ്യൻ ഇന്ന് മൊത്തത്തിൽ നൂഹ് നബിയുടെ മൊത്തം മനുഷ്യരും നൂഹ് നബിയുടെ 3 മക്കളുടെ മക്കളെ ലോകത്തുള്ളൂ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? പ്രളയം കഴിഞ്ഞപ്പോൾ പിന്നീട് കുറച്ച് 9 ആളും പ്രളയം കഴിഞ്ഞിറങ്ങി. മനസ്സിലായില്ലേ? അവരിൽ അതിനേക്കാൾ കൂടുതലുണ്ട് എന്നും അഭിപ്രായമുണ്ട്. പക്ഷേ വംശപരമ്പര നിലനിന്നത് 3 ആൾക്കാർ. ഒന്ന് ഹാമിൽ നിന്ന് ഹാമിറ്റിക്കുകൾ ഉണ്ടായി. ഹാമിറ്റിക്കുകളാണ് ആഫ്രിക്കക്കാർ. അവർ കറുപ്പ് കൂടും ഹാമിറ്റിക്കുകൾക്ക്. പിന്നെ സാമിൽ നിന്ന് സെമിറ്റിക്കുകൾ ഉണ്ടായി. പിന്നെ യാഫസിൽ നിന്ന് യൂറോപ്യൻസും ഉണ്ടായി. ഈ 3 മക്കളാണ് വംശപരമ്പര നിലനിർത്തിയ മക്കൾ. ആരുടെ മക്കൾ? നൂഹ് നബിയുടെ പ്രളയം കഴിഞ്ഞപ്പോൾ ആ സെമിറ്റിക്, അതായത് സാമി നബിയാണ്. ഈ 3-ൽ സാമി നബിയാ. മധ്യമായ ആളും സാമിന്റെ മക്കളിലാണ്. പിന്നെ 10ാമത്തെ പേരമകനാണ് ഇബ്രാഹിം. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? നൂഹ് നബിയുടെ നേരെ മകനാണ് ആര്? സാം. സെമിറ്റിക് ഭാഷകൾ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭാഷകളെല്ലാം സെമിറ്റിക് ഭാഷകളാണ്. മതങ്ങൾ സെമിറ്റിക് മതങ്ങളാണ്. അതിൽ പിന്നെ ഒരു മുജദ്ദിദ്, ഒരു നവോത്ഥാന നായകൻ വന്ന ആളാണ് ആര്? സയ്യിദ് ഇബ്രാഹിം. സെമിറ്റിക്കുകളിൽ വന്ന നബിയാണ്, റസൂലാണ്. അതായത് സാമിന്റെ 10ാമത്തെ തലമുറയിലെ പരമ്പരയിൽ 10ാം തലമുറയിലെ പേരമകനാണ് ആര്? സയ്യിദ് ഇബ്രാഹിം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. ഇബ്രാഹിം നബിയിലേക്ക് ചേർക്കപ്പെട്ടതെല്ലാം സെമിറ്റിക്കുകളാണ്. പിൽക്കാലഘട്ടത്തിൽ ആ മതങ്ങളെല്ലാം അടിസ്ഥാന ഇബ്രാഹിമാണ്. പിന്നീട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും, അടിത്തറ പൊളിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ഇബ്രാഹിമിലേക്ക് ചേർക്കപ്പെടും. അപ്പം ഹിന്ദു മതത്തിൻ്റെ പ്രധാന ദൈവങ്ങൾ 3 ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ബ്രഹ്മാവ് എന്ന വാക്ക് ഇബ്രാഹിമിൽ നിന്ന് വന്നതാണ്. ബ്രാഹ്മണൻ ഇബ്രാഹിമിൽ നിന്ന് വന്നതാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നൊന്ന് പോലെ തിരിച്ചു വരും. ഞാനിതെല്ലാം ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. അപ്പം അതിലെ പ്രധാനപ്പെട്ട മതമാണ് സെമിറ്റിക് മതങ്ങളിലെല്ലാം വ്രതമുണ്ട്. അതായത് അതിൻ്റെ അടിത്തറ ദൈവികമാണ്. ദൈവിക മതങ്ങളിലെല്ലാം എന്തുണ്ട്? വ്രതമുണ്ട്. ആ വ്രതം പിൽക്കാലത്ത് അലകും പിടിയൊക്കെ നാശമായിട്ടുണ്ടാവും. എന്നാലും എന്തുണ്ട്? എന്തിനാണ് വ്രതം? മിതത്വം പഠിപ്പിക്കാൻ. മനുഷ്യൻ 2നാൽ ഉണ്ടാക്കപ്പെട്ടതാണ്, സോൾ ആൻഡ് ബോഡി, ആത്മാവും ശരീരവും. 2ഇല്ലാത്ത ഒന്നും സൃഷ്ടിയിലില്ല. 2ഇല്ലാത്ത ഒരാൾ അല്ലാഹു മാത്രം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു. അവനിൽ 2ഇല്ല, അവൻ ഒന്നേ ഉള്ളൂ. അവനിൽ ഘടകമില്ല, നമുക്ക് ഘടകമുണ്ട്. നമ്മൾ വെറും ബോഡിയല്ല, വെറും ആത്മാവല്ല. മനസ്സിലാവില്ലേ പറഞ്ഞത്? ഇത് 2നും മിതത്വം
വേണ്ടി വരും. ബോഡിക്ക് മിതത്വം ഉണ്ടാകാൻ ഏതെങ്കിലും നേച്ചുറോപ്പതി ആശുപത്രിയിൽ 2 ആഴ്ച കിടന്നാൽ മതി. പക്ഷെ അതുകൊണ്ട് സോളിന് മിതത്വം വരില്ല. രണ്ടിനും മിതത്വം വരണം. അപ്പോൾ മനുഷ്യൻ പൂർണ്ണനാവും. അതുകൊണ്ട് 2 രൂപത്തിൽ നോമ്പിനെ നോക്കിക്കൊണ്ടാലേ യഥാർത്ഥ നോമ്പാകൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ നീട്ടൂല, എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ബാക്കിൽ ഇരിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നെ ഇവിടുന്നുള്ള ആളുകൾ നിർബന്ധിച്ച് വിളിച്ചിട്ട് വന്നതാണ്. ഞാൻ വളരെ തിരക്കും പ്രയാസമൊക്കെ ഉണ്ടായിട്ടും വന്നത് ഒരു ഉപകാരം ഉണ്ടാവണം. ഞാൻ വലിയ ആളായിട്ടല്ല, എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ അപ്രകാരം നിങ്ങളിൽ അറിയുക എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നോമ്പിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് എല്ലാം തെറ്റാണ്. ചില ആളുകൾ പറയും പാവപ്പെട്ടവരുടെ പട്ടിണിയെ പണക്കാർക്ക് അറിയാൻ വേണ്ടിയാണ് നോമ്പ്. അങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലും വലിയ വിട്ടിത്തരം എന്താ? എന്നാ പിന്നെ പാവപ്പെട്ടവരെന്തിനാ നോമ്പ് വിളിക്കണം? പറയുന്നു. എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളുള്ള ഒരു കാലമാണിത്. എന്നാ പിന്നെ സക്കാത്തിന്റെ ബാധ്യതപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആണോ? അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടോ? ഒരിക്കലും പണക്കാരൻ. പിന്നെ മുഹമ്മദ് മുസ്തഫ എന്തിനാ നോമ്പ് വെച്ച്? പണക്കാരനല്ലല്ലോ. ഇപ്പൊ ഈ ഉസ്താദ് തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ. 2 മാസമൊന്നും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത കാലം എത്രയാ നബിക്ക് കഴിഞ്ഞുപോയത്. പിന്നെ നബി എന്തിനാ നോമ്പ് വെച്ച്? നബിക്ക് പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് നോമ്പ് കൊണ്ടുള്ള കാര്യം തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, പൈസക്കാരൊക്കെ നോമ്പ് വെച്ചോളൂ. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല, അതൊക്കെ നുണയാത്തുകളാണ്. നുണങ്ങനെ പറയുന്നത്. മനുഷ്യനെ വിവേകശാലിയാക്കണം. വിവേകം ആർക്കും ഇല്ലാതാവും. അതിൽ പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന് വ്യത്യാസമൊന്നുമില്ല. മനുഷ്യൻ വിവേകത്തിലാകും. അപ്പോൾ എപ്പോഴാണ് വിവേകം? എല്ലാം അതിൻ്റെ പാകത്തിലാവുക. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇതാണ് നോമ്പിന്റെ ലക്ഷ്യം. മനുഷ്യനെ മനുഷ്യനാക്കാനാണ് മതം, സ്വർഗത്തിനല്ല. സ്വർഗം അല്ലാഹുവിന്റെ ഫളലാണ്. സ്വർഗം വേറൊരു കാര്യമാണ്. ഈ ഭൂമിയിലെ മനുഷ്യരെ, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മനുഷ്യരെ മിതത്വത്തിലായി വളരെ പവർഫുൾ ആക്കുകയാണ് മതത്തിന്റെ ലക്ഷ്യം. അപ്പം മതത്തിന്റെ പ്രധാന നേട്ടം എവിടെ തന്നെയാണ്? പറ. മതത്തിന്റെ പ്രധാന നേട്ടം എവിടെയാണ്? ഭൂമിയിലാണ്. മതമുണ്ടെങ്കിൽ കലഹം ഉണ്ടാവില്ല. മതം എന്ന പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കലഹം ഉണ്ടാവും. അത് മതമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് കലഹം ഉണ്ടായില്ല? മതമുണ്ട്. എന്തുകൊണ്ട് കലഹം ഉണ്ടായി? മതമില്ല. മതമുണ്ടോ? ഉണ്ട്, പക്ഷെ അത് മതമല്ല. മിതത്വമുള്ള ഒരു ജനതയിൽ കലഹം ഉണ്ടാവില്ല. അമിതത്വം ഉണ്ടാകുമ്പോൾ യുദ്ധം വേണ്ടി വരും. അമിതത്വമുള്ളവരോട് മാത്രമാണ് നബി യുദ്ധം ചെയ്തത്. സ്വന്തം ആരോടല്ല, അമുസ്ലിങ്ങളോടല്ല. സ്വന്തം വീട്ടിൽ നബിയുടെ പ്രധാനപ്പെട്ട ആളാര? ഒരു യഹൂദിയായ ഖാദിം. ഒരു യഹൂദിയായ ഖാദിം നബിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു കുട്ടി, ഒരു യഹൂദിയുടെ കുട്ടി ഖിദ്മത്ത് ചെയ്തിരുന്നു, ജോലി ചെയ്തിരുന്നു. എവിടെ? പറ, എവിടെ? നബിയുടെ വീട്ടിൽ. അമുസ്ലിം തള്ളപ്പെടേണ്ടവനാണെങ്കിൽ, അമുസ്ലിമിനെ കൊല്ലാനാണ് നബി വന്നതെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടിയെ നബി പോറ്റുക? മനസ്സിലായില്ലേ? എന്തിനാ മതം? എന്തിനാ മതം? മിതത്വം. അപ്പോൾ മനുഷ്യന് കൃത്യമായ മിതത്വം വേണം. ഇതാണ് എല്ലാത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ എന്ത് നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയും മിതത്വം. സക്കാത്ത് എല്ലാ പണമുള്ളവരോട് സക്കാത്ത് എല്ലാ കൊല്ലം കൊടുക്കാൻ പറഞ്ഞു. ഹജ്ജ് എല്ലാ കൊല്ലം ചെയ്യാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഹജ്ജ് എന്നാൽ പണമുണ്ടായത് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. അതിന് ഒരുപാട് ഘടകങ്ങൾ വേറെ വേണം. ആരോഗ്യം വേണം, സാമൂഹിക സുരക്ഷിതത്വം വേണം. അതുകൊണ്ട് ഹജ്ജ് ആയുസ്സിൽ 1 മതി, സക്കാത്ത് കൊല്ലം കൊല്ലം വേണം. കാരണം
ഒരു മനുഷ്യന്റെ ടേൺ ഓവറിനെ പ്രത്യേകമായി വർഷാവർഷമാണ് കണക്കാക്കപ്പെടുക. അതനുസരിച്ച് അല്ലേ പറ, നമ്മൾക്ക് തന്നെ എക്കണോമിക്കൽ ഇയർ, എഡ്യൂക്കേഷണൽ ഇയർ, അങ്ങനെയല്ലേ പറ. ഒരു ഏപ്രിൽ മുതൽ അടുത്ത 1 മുതൽ അടുത്ത മാർച്ച് 31 വരെയാണ് എന്ത് ഒരു എക്കണോമിക്കൽ ഇയർ. സാമ്പത്തിക കാര്യങ്ങളൊക്കെ അതിനിടെ തീരണം. അതേസമയത്ത് ജൂൺ മുതൽ മാർച്ച് വരെയാണ് എഡ്യൂക്കേഷണൽ ഇയർ. അല്ലേ അല്ലേ, നിങ്ങൾ ഇതിന്റെ കൂടെ വരി അല്ലേ? അപ്പോൾ ഒരു ഇയർ കണക്കാക്കിയിട്ടാണ് ഒരാളുടെ എഡ്യൂക്കേഷണൽ ബാലൻസ് ആണെങ്കിലും എക്കണോമിക്കൽ ബാലൻസ് ആണെങ്കിലും എന്തടിസ്ഥാനത്തിലാണ്? ഇയർലി ആണ് കണക്കാക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഒരുത്തൻ്റെ പ്രോഗ്രസ് കണക്കാക്കപ്പെടൽ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വർഷത്തിൽ സക്കാത്ത് കൊടുത്താൽ മതി, പക്ഷെ വർഷത്തിൽ കൊടുക്കണം. ഹജ്ജ് അത് വേണ്ട, ആയുസിൽ മതി. എന്നാൽ മനസ്സിലായില്ലേ പറഞ്ഞത്? എന്നാൽ നിസ്കാരം 5 സമയങ്ങളിൽ ചെയ്യണം. 5 സമയങ്ങൾ. സൂര്യന് 5 തരം ചാട്ടങ്ങളാണ്. എല്ലാം ചാന്ദ്രിക കലണ്ടറിലാണ് എല്ലാം. എന്നാൽ നിസ്കാരം സൗര്യ കലണ്ടറിലാണ്. മനസ്സിലായില്ലേ? അഖ്റു സ്വലാത്ത ലിദുലൂകി ശംസ് ഇലാ വസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഹജ്ജ് ചെയ്യുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നോമ്പ് നോൽക്കുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സക്കാത്ത് കൊടുക്കുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ നിസ്കരിക്കുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? സൂര്യന് 5 തരം പരിവർത്തനങ്ങളുണ്ട് ഒരു ദിവസം. 1, ചക്രവാളത്തിൽ നിന്ന് പുറത്തു വരിക, പ്രത്യക്ഷപ്പെടുക. 2, പിന്നെ അത് വളർന്ന് ഉച്ചയിലെത്തുക. അത് നിനക്ക് അപ്രാപ്യമായ സമയമാണ്, നീ നോക്കിയാൽ പോലും കുഴങ്ങിപ്പോവും. 2, നിന്റെ കണ്ണിന്റെ പരിധിയിലേക്ക് വരിക. അടുത്തത്, നിന്റെ കണ്ണിന്റെ പരിധിയിൽ നിന്ന് മറഞ്ഞെങ്കിലും അടയാളം നിലനിർത്തുക. 5, അടയാളവും നഷ്ടപ്പെടുക. ഇതാണ് 5 വക്ത് നിസ്കാരം. അതിനനുസരിച്ച് മനസ്സിലായില്ലേ? നിന്റെ ബോഡിയുടെ ഓരോന്നിനും വ്യത്യാസങ്ങൾ വരും. ലോകത്തെ ഏറ്റവും പ്രധാനമായി ആരാധിക്കപ്പെട്ട ഗോളം സൂര്യനാണ്. എന്തുകൊണ്ട്? അത്ര വലിയ ഉപകാരിയാണ്. മാനവ ചരിത്രത്തിൽ ഏറ്റവും ആരാധിക്കപ്പെട്ട ഒരു സാധനം ചന്ദ്രനെ ആരും പരിധി വിട്ട് ആരാധിച്ചിട്ടില്ല. എന്നാൽ സൂര്യനെ എപ്പോൾ ഒരു ജനത അപഭ്രംശത്തിലായോ ആ ജനത എന്തു ചെയ്യും? സൂര്യനെ ആരാധിക്കും. ചരിത്രാതീത കാലം മുതലേ. മനസ്സിലായില്ലേ? 3 എന്നത് എല്ലാ ശിർക്കിന്റെയും അടിസ്ഥാനം 3 ആണ്. 3 എന്നത് സൂര്യകിരണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കിരണം സൂര്യനിൽ നിന്ന് പുറപ്പെട്ടാൽ അത് ഇങ്ങനെ വരും. സൂര്യൻ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഭൂമിയിൽ കിരണം ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്തായി? മനസ്സിലായി എന്തായി? നിങ്ങൾ പിരമിഡിന്റെ ചിത്രം കണ്ടിട്ടില്ലേ? എന്താണ് ആകൃതി? പിരമിഡിന്റെ ആകൃതി എന്താ? ത്രികോണം. ഏത് ഭാഗത്തിലും പിരമിഡ് ത്രികോണം. എന്തുകൊണ്ട് പിരമിഡ് ത്രികോണമായി? ഫറോമാരുടെ പ്രധാന മൂർത്തി സൂര്യനാണ്. നമ്മുടെ നാട്ടിലും ഏറ്റവും ആരാധിക്കപ്പെട്ടത് സൂര്യനാണ്. ബഹുദൈവ വിശ്വാസങ്ങളും മതങ്ങളിലെല്ലാം പ്രധാന മൂർത്തികൾ 3 അതുകൊണ്ടാണ് ഖുർആൻ ഖുൽ ഹുവല്ലാഹു അഹദിൽ 3 വെട്ടിയത്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 3 വെട്ടി, ത്രികോണത്തെയാണ് വെട്ടിയത്. എന്നാൽ സൂര്യനനുസരിച്ച് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും, 5 വട്ടമെങ്കിലും. അതിനനുസരിച്ച് നീ എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാം സംവിധായകനെ ഓർക്കണം. ആരാണ് സംവിധായകൻ? അല്ലാഹ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനും നോക്കൂ. നിങ്ങളുടെ ശരീരത്തെ അള്ളാഹുവിലേക്ക് മടക്കുക. ഇപ്പൊ ഉദാഹരണം പറയാം, പ്രഭാതത്തിലെ ശാരീരിക ഘടനയിലല്ല, ടെമ്പറേച്ചറിലും മറ്റു ഘടനയിലുമല്ല. ഉച്ചക്ക് അതല്ല, അസറിന് അതല്ല, മഗ്രിബിന് അതല്ല, രാത്രി. മനസ്സിന് വ്യത്യാസമുണ്ട്.
മനസ്സിലായില്ലേ പറഞ്ഞു? ഇവിടെ വളരെ നമ്മൾ ചിന്തിക്കണം. ഒക്കെ വളരെ കൃത്യമായ ഒരു ഘടനയിലാണ് ഇതിൻ്റെ എല്ലാം സംവിധാനം. നമ്മുടെ ശരീരത്തെ ആത്മാവുമായി ബന്ധപ്പെടുത്തി മിതപ്പെടുത്താനുള്ള ഒരു പ്രാക്ടീസാണ് സത്യത്തിൽ എന്ത്? നിസ്കാരം. രണ്ടും വേണം ഒരേ സമയത്ത്. ശരീരം, മനസ്സ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും, മനസ്സിലായില്ലേ? ഭയഭക്തിയുള്ളവർ. അതായത് ശരീരവും മനസ്സും ഒരേ സമയത്ത് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ചെന്നാൽ അതാണ് യഥാർത്ഥത്തിലുള്ള നിസ്കാരം. അപ്പൊ ദൈനംദിന പ്രോസസ്സിംഗ് ആണ് എന്തിൽ നടക്കുന്നത്? ബോഡി ആൻഡ് സോൾ. അതാണ് എന്ത്? നിസ്കാരം. നോമ്പ് അങ്ങനെയല്ല. നോമ്പ് കൊല്ലത്തിൽ ഒരിക്കൽ. മനസ്സിലായില്ലേ? ഒരു പീരിയഡ് തന്നെ, ഒരു ശുദ്ധീകരണത്തിന് ഒരു പീരിയഡ് നിശ്ചയിക്കലാണ് എന്ത്? നോമ്പ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം, നമ്മൾ വണ്ടി എടുത്തു, ഇന്ന് ഒരു വണ്ടി ഇറക്കി. അപ്പൊ വണ്ടിയുടെ കമ്പനി എന്ത് പറയും? നിങ്ങൾ എന്താ പറയുക, ടൊയോട്ടയിൽ നിന്ന് ഇന്നൊരു വണ്ടി എടുത്തു, അല്ലെങ്കിൽ മാരുതിന്ന് എടുത്തു. അപ്പൊ അവർ പറയും 10,000 കമ്പനി സർവീസ് ചെയ്യണം, 20,000 ചെയ്യണം, 30,000 ചെയ്യണം, വണ്ടിയുടെ സർവീസ് ക്ലിയർ ആയിരിക്കണം, പിന്നെ ഞങ്ങൾ ഏൽക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഏൽക്കില്ല. പറയാറുണ്ടോ? അല്ലേ? അപ്പൊ 10,000 ഒരു പീരിയഡാണ്. എന്നും സർവീസിന് കാണിക്കണ്ട, എന്നും സാധനങ്ങൾ മാറ്റേണ്ട, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ 11 മാസം നടത്താത്ത ഒരു കാര്യം, ഒരു മാസം ഒരു പീരിയഡ്. ആ ഒരു പീരിയഡ് കൊണ്ട് സമ്പൂർണമായി ഇത് ഗാരേജിൽ കയറ്റിയിറക്കി. ആണോ? അല്ലേ? ഇതാണ് എന്ത്? നോമ്പ്. ഒരു പീരിയഡ്, ഒരു മാസം. ഒരു ഡോക്ടർ ഒരു ഉഴിച്ചിലിന്റെ ഡോക്ടറെ കണ്ടാൽ നിങ്ങൾ ബോഡിയൊക്കെ പരിശോധിച്ചിട്ട് പറയും 3 ആഴ്ച കിടക്കണം, അല്ലെങ്കിൽ 2 ആഴ്ച ഇവിടെ കിടക്കണം, പിന്നെ പുറേ പോയിട്ട് 2 ആഴ്ച നെല്ലിരിക്കുകയും വേണം. അപ്പൊ എന്തായി? ഒന്ന് പറ മനുഷ്യന്മാരെ, ഇതും തിരിയൂല എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയാ? മനസ്സിലാവണില്ലേ? 2 ആഴ്ച ഉഴിയണം, പിന്നെ 2 ആഴ്ച പുറേ പോയി കിടക്കണം. ഒന്നും ചെയ്യരുത്. ചെയ്താലോ? ചെയ്ത വേദന ഇളകും. കാരണം ഞങ്ങൾ അങ്ങനെ ഉഴിയും. പഴയ കാലത്ത് നമ്മളെ വല്യമ്മമാർ പറയും, ഉഴിഞ്ഞാൽ ശരീരം ഇളമിക്കും. ഉഴിഞ്ഞ ഒരു ബോഡി നല്ലരിക്കൊക്കെ മുൻപ് വീണു പോയാൽ എല്ല് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. 1 ഉഴിയുന്ന പീരീഡും 2 നെല്ലരിക്കയുടെ പീരീഡും 1 മാസം കണക്ക്. വലിയ കമ്പനിയുടെ MD ആണ്. ഈ സമയത്ത് ഇവന് ഒന്നും ചെയ്യൂല, മീറ്റിങ്ങിൽ പങ്കെടുക്കൂല. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒപ്പിടാനുണ്ടെങ്കിൽ 15 ദിവസം ആശുപത്രിയിൽ പോയി കാണണം മാനേജർ, 15 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ കാണണം. ഒന്നും നടക്കൂല. എന്നോട് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ ഉഴിഞ്ഞതിന് ശേഷം പിറ്റേത്തെ ആഴ്ച ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ട്, അയാൾ ശകാരിച്ചു, നീ എന്തിനാ വന്നത്? അപ്പൊ പറഞ്ഞു, എൻ്റെ അമ്മായിൻ്റെ മോനാണ് ഇത് മരിച്ചത്, അമ്മായിൻ്റെ മോനായാലും മോളായാലും നിനക്കിപ്പോൾ ഇറങ്ങാൻ പാടില്ല, പിന്നെ എന്നോട് പറയരുത്. അതൊരു പീരിയഡാണ്. അങ്ങനെ മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും വൃത്തിയാക്കാനുള്ള ഒരു പീരിയഡാണ് എന്ത്? എന്ത്? നോമ്പ്. ആ പീരിയഡാണ് പറഞ്ഞാൽ ഇന്നത്തെ പ്രസംഗം അവസാനിച്ചു. നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിലേ പറയൂ. നല്ല ഉഷാറിലാണെന്ന് നിയത്തി ചെയ്താൽ പോരാ, നല്ല ഉഷാറിലാകണം. എന്നെ പറഞ്ഞാൽ എനിക്ക് ഉപകാരം ഉണ്ടാവും, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആദ്യം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഒരു ഗാരേജ് കയറ്റി വൃത്തിയാക്കി എടുക്കണം. എന്തിനെ? അല്ലാതെ ഇപ്പം ജമ്പൈ 2 ഭാഗത്തിനിടയിലുള്ള നിന്നെ എന്താണ് നീ? സോൾ ആൻഡ് ബോഡി. ബോഡിയും ഉണ്ട്, സോളും ഉണ്ട്, ആത്മാവുണ്ട്, ശരീരമുണ്ട്. 2 കൂടിയതാണ് നീ ആത്മാവ് മാത്രമാണോ? അല്ല. നീ ബോഡി മാത്രമാണോ? അതുമല്ല. മിതത്വം 2നും വേണം. അപ്പോൾ നോമ്പ് കാലത്ത് 2 തരം പ്രോസസ്സിങ് നടക്കണം. എന്നാലേ അതിന് തയ്യാറാണോ? എന്നാലേ ഞാനിനി നോമ്പ് പറയൂ. ഒന്ന്, എന്താ നോമ്പ്? നോമ്പെന്നാൽ പ്രധാനമായി പറയാം, നമുക്ക് ഓരോന്നും പറയാം. ഒന്നാമത് പറയാം എന്ത്? നോമ്പെന്നാൽ എന്താണ്? ഭക്ഷണം ഒഴിവാക്കൽ.
ആദ്യം ബോഡി പറയാ, പിന്നെ സോളിലേക്ക് വരാ. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? മനസ്സിലായില്ലേ? ആദ്യം ബോഡിയെ പറ്റി പറയാ. ബോഡി, ശരീരം. ശരീരത്തെ മിതത്വപ്പെടുത്തണമെങ്കിൽ നിയന്ത്രണം വേണം. എന്തിന്? ഭക്ഷണം. ശരി, ഭക്ഷണം. നോമ്പിന് ഭക്ഷണം ഇല്ല. നോമ്പിന് ഭക്ഷണം ഇല്ല. അപ്പൊ ബോഡി ക്ലിയറാവും. ഇല്ലേ? ഉണ്ട്. ഉണ്ടോ? ഇല്ല. ഞാൻ പറയട്ടെ, ഭക്ഷണത്തിന്റെ ടൈം ഏതാ? ശരിയായി പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ ടൈം ഏതാ? ഭക്ഷണത്തെ ഭക്ഷണമാക്കി തരുന്നത് ആരാ? സൂര്യൻ. അയാൾ ചക്രവാളത്തിൽ നിന്ന് വരുന്ന ഇങ്ങനെ കയറി ഇങ്ങനെ, ഇതാ ഭക്ഷണത്തിന്റെ ടൈം. അയാൾ മറഞ്ഞാൽ ഭക്ഷണമില്ല. ആ സമയത്ത് നോമ്പാണ്. രാത്രിയോ ഭക്ഷണത്തിന്റെ പറ സമയമല്ല. അപ്പൊ നോമ്പിന് ഭക്ഷണം ഇല്ല. രണ്ടിന്റെ ഇടയിൽ പിന്നെ ഒരു വ്യത്യാസപ്പെടുത്തും. ഒരു മുറിക്കൽ, ഒരടക്കൽ. അതിന് ഹബീബാ നബിക്ക് ഇഷ്ടം അത്തമ്രു വൽ മാവു. റസൂലുള്ളാഹി നോമ്പ് മുറിച്ചിരുന്നത് പറ. റസൂലുള്ളാഹി നോമ്പ് മുറിച്ചിരുന്നത് കാരെ കൊണ്ടാണ്. ശരി, അത് കഴിഞ്ഞാലോ? നമ്മൾ നോമ്പ് മുറിക്കുന്നത്, റസൂലുള്ളാഹി നോമ്പ് മുറിക്കുന്നത് കാരക്ക വെള്ളം. ശരി, നമ്മളോ നോമ്പ് മുറിക്കുന്നത് കാരക്കയും വെള്ളം തന്നെ. നബിയുടെ നോമ്പ് മുറിക്കുന്ന ഭക്ഷണമാണ് കാരക്കയും വെള്ളം. നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് ഇത് തുറക്കുകയാണ്. എന്ത് മനസ്സിലായില്ല? പിന്നെ ഒരു 36 പത്തിരിയും, മനസ്സിലായില്ല, 1.5 കൂടെ ആട്ടിറച്ചിയും ഇങ്ങനെ കുഴച്ച് മുണുങ്ങല്ല. തടി കൂടിയ ഒരാള് ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ രാത്രി എത്ര ചപ്പാത്തി ആക്കുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു 24 ചപ്പാത്തി ആക്കുന്നു. അത് പകുതിയാക്കി കളാം. ആയിക്കോട്ടെ, പകുതിയാക്കി. ഒരാഴ്ച കഴിഞ്ഞ് വന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ പോയി കണ്ടു, തടി മെലിഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ എത്ര ചപ്പാത്തി കഴിക്കണമെന്ന് ചോദിച്ചു. ഞാൻ 12 ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ ശേഷം 24 പകുതിയാക്കി 12 ഉള്ളൂ. ഓക്കെ, ശരി, തടി മെലിഞ്ഞില്ലല്ലോ, ഇനി 6 ആക്കി കളാം. 6 ചപ്പാത്തി മതിയാവും. ആയിക്കോട്ടെ. അങ്ങനെ ഇയാൾ 6 ചപ്പാത്തിയാക്കി. 2 ആഴ്ച കഴിഞ്ഞു ഡോക്ടറെ കണ്ടു, തടി മെലിയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാ 3 ആക്കിക്കളാം. അപ്പോൾ പറഞ്ഞു, ഉള്ളു വേവൂല. പറഞ്ഞ മനസ്സിലായോ? ഇവൻ എന്താ ചെയ്ത്? 3 ആക്കാം, പക്ഷെ ഉള്ളു വേവൂല. എന്തുകൊണ്ട്? പറ. 24 ചപ്പാത്തിയുടെ മാവ് കൊണ്ടാണ് 12 ആക്കിയത്. ആ 12 ചപ്പാത്തി കൊണ്ട് തന്നെയാണ് 6 ആക്കിയത്. ഇനി അത് 3 ആക്കിയാൽ മേലെ തിരിച്ചു മറിച്ചിട്ടാൽ ഉള്ളു വെന്തിട്ടൂല. പറഞ്ഞാ മനസ്സിലായി? ഇതാണ് നമ്മളെ നോമ്പ്. നബി മാവ് കൊടുത്ത നോമ്പ് പറഞ്ഞ് കഴിഞ്ഞ്. എന്താ ഭക്ഷണം? കുറച്ച് കാരക്ക് വെള്ളം. കഴിഞ്ഞ് എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടിയാലായി. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? രാത്രി ഭക്ഷണത്തിന്റെ സമയമേ അല്ല. ചില മതവിഭാഗങ്ങൾ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കൂല. ആ മതങ്ങളിൽ പലതും നഷ്ടപ്പെട്ടിട്ടും അവർക്ക് ചിലത് ബാക്കിയായി. അതിൽപ്പെട്ടതാണ് ജൈനമതം, വർദ്ധമാന മഹാവീരന്റെ. അവർ മനസ്സിലായ പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ ഒന്നു കഴിക്കൂല. BC 4-ാം നൂറ്റാണ്ടിലായിരിക്കും വർദ്ധമാന മഹാവീരൻ എന്ന് അനുമാനിക്കപ്പെടുന്നു. നബി ആവാൻ സാധ്യതയുണ്ട്, അല്ലാഹു അഅലം. എന്തായാലും വലിയൊരു കർമ്മയോഗിയാണ് വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരന്റെ സംഹിതകളിൽ പെട്ടതാണ് എന്ത്? പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ കുടിനീരിറക്കാം, വേറൊന്നും പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈകുന്നേര ഭക്ഷണം ഒന്നിരിക്കൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ടുടനെ ഇശാ നിസ്കരിക്കും, ഉറങ്ങും. രാത്രി ഭക്ഷണം ഇല്ല. എന്നാൽ
പ്രഭാതത്തിന് മുമ്പ് കുടിക്കും. ഒരൽപ്പം തേനോ തേൻ കലർത്തിയ വെള്ളമോ കുടിക്കും പ്രഭാതത്തിൽ, അതായത് ഉഷസ്സുണരുന്നതിന് മുമ്പ്, അതായത് അത്തായ നേരത്ത്. ഇന്നപ്പിൽ സുഹൂരിലെ ബറക്ക, അത്തായത്ത് നേരത്ത് എന്ത് കഴിച്ചാലും അതിൽ ബറക്കത്തുണ്ടാവും. ഒന്നിരിക്കൽ 3 അജ്വ കാരക്ക അല്ലെങ്കിൽ അല്പം തേൻ കലക്കിയ പച്ചവെള്ളം ഇത് റസൂൽ ഉപയോഗിക്കും. എപ്പോൾ? അത്തായ നേരത്ത്. നോമ്പാണെങ്കിൽ അല്ലെങ്കിലും ആ ദിവസത്തിന് അത് മതിയാവും. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം. എന്തുകൊണ്ട്? ഇപ്പോൾ എന്തായി? ചക്രവാളത്തിലേക്ക് ആര് തിരിച്ചു വന്നു? മനസ്സിലാക്കുന്നില്ലല്ലോ. ചക്രവാളത്തിലേക്ക് ആര് വരുന്നു? സുഹൂറിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഏതാ? സുഹൂർ പറഞ്ഞ അത്തായ. എന്താണ് ഈ അത്തായ നേരം? ഉഷസ്സുദിക്കുന്നതിന്റെ ചില്ലറ സമയങ്ങൾക്കിടയിലുള്ള. അപ്പോൾ അത്താഴമായ ഒരു അത്താഴ സമയത്ത് നബി വെള്ളം കുടിക്കുകയോ കാരക്ക കഴിക്കുകയോ ചെയ്താൽ പിന്നെ ഒരു 50 ആയത്തോടാനുള്ള നേരം മാത്രമേ സുബഹിന്റെ ബാങ്കിനുണ്ടാവൂ. അതായത് റസൂള്ള ഒരു തേനിന്റെ വെള്ളോ അല്ലെങ്കിൽ അത്താഴത്തിന് 2-3 കാരക്ക, ഏറി വന്നാൽ 7 അജ്വ അല്ലെങ്കിൽ 3 ഇത് കഴിച്ചാൽ പിന്നെ സുബഹി ബാങ്കിനുണ്ടാവും എത്ര പറ? ഒരു സാധാരണഗതിയിലുള്ള ഒരു 50 ആയത്തോടുന്ന സമയം. അപ്പോൾ എന്തായി? 50 ആയത്തോടാൻ എത്ര മിനിറ്റ് വേണം? 50 ആയത്ത് ഒരു 5-6-10 മിനിറ്റ് എന്ന് കൂട്ടിക്കോ. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞാൽ സുബഹിന് ബാങ്ക് കൊടുക്കും. അപ്പോഴാണ് നബിയുടെ അത്തായം. അപ്പോൾ എന്തായി? അപ്പോൾ അത്തായം കഴിക്കാനുള്ള കാരണം എന്താ? കിഴക്കൻ ചക്രവാളത്തിൽ പറ സൂര്യകിരണങ്ങൾ, പറ സൂര്യന്റെ ഉഷസ് പുറത്തു വരാനായി. സൂര്യനോ ദഹിപ്പിക്കുന്നതിലെ പ്രധാന ഘടകം ഡൈജഷൻ നടക്കണം. അതിന് പ്രധാന ഘടകമാണ് എന്ത്? സൂര്യൻ. രാത്രിയോ സൂര്യനില്ല, ഭക്ഷണോ ഇല്ല. ഇടയത്തായം ഇതൊന്നും നബിയുടെ കാലത്തില്ല. പകൽ ഭക്ഷണവും ഇല്ല. ഇതാണ് നബിയുടെ നോമ്പ്. ഇപ്പോൾ എന്ത് ക്ലിയർ ആവും? ബോഡി. മനുഷ്യൻ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? മനുഷ്യന് വേണ്ടതെല്ലാം അവനിലുണ്ട്. ലോകത്ത് മരുന്ന് ഉപയോഗിക്കുന്ന ഒരേ ഒരു വർഗം മനുഷ്യനാണ്. മനുഷ്യൻ അടിമപ്പെടുത്തിയ മൃഗങ്ങളും. എന്നാൽ കോടാനക്കോടി സ്പീഷീസ് ഈ ലോകത്തുണ്ട്. അവയൊന്നും മരുന്ന് ഉപയോഗിക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ? കാട്ടിലെ ആനക്കാരാ മരുന്ന് കൊടുത്ത്? ഒരു സിംഹം ഒന്നിങ്ങനെ ഒന്ന് കുനിഞ്ഞ് ഒന്നും കൊണ്ട് ചാടിയാൽ ഒറ്റ ചാട്ടായിരിക്കും, പറക്കും. ആരായിരുന്നു മരുന്ന് കൊടുത്തത്? ആരായിരുന്നു ചവനപ്രാശം കൊടുത്തത്? ആരായിരുന്നു നെല്ലിക്ക കഷായം കൊടുത്തത്? ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി മരുന്ന് ഉപയോഗിക്കുന്നവനാണ്. മരുന്ന് ഉപയോഗിക്കൽ തെറ്റല്ല. മരുന്ന് ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ നശിപ്പിച്ചു. എല്ലാം മിതത്വത്തിലായാൽ എന്ത് വേണ്ടി വരില്ല? പറ. മരുന്ന് വേണ്ടി വരില്ല. ഒരു ജീവിക്ക് രോഗം വന്നാൽ ആ ജീവി ഒന്നും കഴിക്കൂല, പോയി കിടക്കും. ചില ജീവികൾ അങ്ങനെ കിടക്കും. എന്തുകൊണ്ട്? ജീവിക്ക് വീടില്ല, ജീവിക്ക് കഞ്ഞോ ചോറോ ഉണ്ടാക്കുന്ന ഉമ്മയില്ല. നമ്മളെ വീട്ടിൽ അത് നടക്കൂല. ഉമ്മ പിന്നാലെ പറയും, എന്തെങ്കിലും കുടിക്കും മോനെ, എന്തെങ്കിലും കഴിക്കും മോനെ. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. ഒരു ജീവിക്കും അടുക്കളയില്ല. അടുക്കളയിൽ സദാ നേരവും മന്തിയും കുഴിമന്തിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മയും ഇല്ലാത്തത് കൊണ്ട് എല്ലാ ജീവിക്കും ആരോഗ്യമുണ്ട്. മനുഷ്യനോ മന്തിയും കുഴിമന്തിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും എപ്പോൾ രോഗമായാലും പിടിച്ചു കയറ്റുകയും ചെയ്യുന്ന ഉമ്മയുള്ളത് കൊണ്ട് മോനും മോൾക്കും വയ്യ. ലോകത്തെ ഏത് ജീവിയും സുഖമില്ലാതായ അങ്ങനെ കിടക്കും. അതാണ് അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാവുന്ന പീരിയഡ്. ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചാൽ തിരിച്ചു വരും. പറ, ആരോഗ്യം. അപ്പോൾ നമ്മളൊരു ഉത്തരത്തിലെത്തി. ഭക്ഷണത്തെ നിയന്ത്രിക്കുക. രാത്രി ഭക്ഷണം ഇല്ല, പകൽ ഭക്ഷണവും ഇല്ല. രാത്രി സിസ്റ്റത്തിൽ ഭക്ഷണമില്ല, പകൽ നിബന്ധനയിൽ ഭക്ഷണമില്ല, ഫലത്തിൽ ഭക്ഷണമില്ല. എത്ര ദിവസം? 30 days, 30 ദിവസം.
കുട്ടപ്പൻ അങ്ങോട്ട് വരും. അത് നടക്കൂല നമ്മളെ നോമ്പിന്. കാരണം തീറ്റുന്ന പണിയാണ്. 30 നോമ്പിന് 60 സമൂഹ നോമ്പ് തുറയാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരും കേൾക്കൂല, ആരും മനസ്സിലാക്കൂല. ഈ ഭൂലോകത്ത് മുസ്ലിങ്ങളെ പോലത്തെ വിഡ്ഢികൾ ഇന്നില്ല. പാമ്പര വിഡ്ഢികൾ. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ട് കാര്യമില്ല, പഠിച്ചതേ പാടുള്ളൂ. ഒരു ജനത്തിനും സാദുൽ മആദി എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം അവിടെ കിതാബ് തിബിന്റെ ആമുഖത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. എന്താ പറയുന്നത്? മദീനയിൽ പേർഷ്യയിലെ ചില ഡോക്ടർമാർ വന്ന് താമസിച്ചു. അവർ വിചാരിച്ചത് മദീനയിൽ വലിയ നാഗരികത വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ആൾ എങ്ങോട്ട് വന്നു. അപ്പൊ മദീനയിൽ ഒരു ആശുപത്രി തുടങ്ങിയാൽ വലിയ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് പേർഷ്യയിലെ 2 ഡോക്ടർമാർ മദീനയിൽ വന്നു. 3 മാസം കഴിഞ്ഞിട്ടും ഒരു പേഷ്യന്റിനെ കിട്ടിയില്ല. അപ്പൊ അന്വേഷിച്ചു, നഈശു ബിൽ ഖുർആനി വസുന്നത്തി റസൂലില്ല, ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്ത് വേണ്ട? രോഗമില്ല, മരുന്നും വേണ്ട. മനസ്സിലായില്ലേ? നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് 16 ഗുളിക, ഭക്ഷണം കഴിഞ്ഞാൽ 32 ഗുളിക. ഇതൊക്കെ വളരെ വലിയ സത്യമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ഞാൻ കൂടുതൽ സംസാരിക്കില്ല ഈ വിഷയം. അതായത് നമ്മൾ നോമ്പ് കാലത്തെ ഈ കൊല്ലത്തെ നോമ്പിന് ഞാൻ എൻ്റെ ബോഡി ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് എവിടെ മിസ്റ്റേക്ക് ഉണ്ടോ മിസ്റ്റേക്ക് കൊണ്ട് പരിഹരിക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ മിതത്വം ശീലിക്കുക. നോമ്പുറക്കാൻ വിളിച്ചു, അപ്പോൾ പറഞ്ഞു ഞാനില്ല, എൻ്റെ ഇല്ല, ഞാനൊരു തീറ്റപ്രിയനാണ്, പക്ഷെ കണ്ട തിന്നു. എൻ്റെ ഭാര്യ ഞാനും തമ്മിൽ ഒരു കരാറുണ്ട്, ഇത്തവണ നോമ്പിന് ഭക്ഷണം നിനക്ക് കാണിച്ചു തരില്ല. സത്യല്ലേ? കണ്ട ആരാ തിന്നാത്ത? അല്ലേ അല്ലേ പറ അല്ലേ? ഇല്ല, അതൊന്നും ഇല്ല, കഴിച്ചതില്ല, പൊരിച്ചതില്ല, ഒന്നുമില്ല. അപ്പൊ അള്ളാന്റെ ഹബീബ് പറഞ്ഞ രീതിയിലേക്ക് വന്നു. ഈ 11 മാസം കഴിഞ്ഞ് 12-ാം മാസം ബോഡി ബിൽഡിംഗ് കൃത്യമായി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് രോഗമില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും രോഗികൾ പറ മുസ്ലിങ്ങൾ, ഏറ്റവും ആശുപത്രികൾ ക്രിസ്ത്യാനികൾക്ക്, ഏറ്റവും രോഗികൾ മുസ്ലിങ്ങൾ ആണോ അല്ലേ? പറ. ഏറ്റവും ആരോഗ്യമുള്ളവർ, ഏറ്റവും ആശുപത്രി ഉള്ളവർ ക്രിസ്ത്യാനികൾ. അതിന് കണ്ണുകടി പറയല്ല. ആ സമൂഹം അത് ചെയ്തു, നല്ല കാര്യം. എനിക്ക് അവരോടൊരു വിരോധം ഇല്ലട്ടാ, ഞാൻ വിരോധം പറയല്ല, സന്തോഷം പറയാം. അവരത് ചെയ്തല്ലോ. പക്ഷേ അവർ ചെയ്ത നല്ല കാര്യം, നമ്മൾ ചെയ്ത നല്ല കാര്യമല്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് കയറും മലബാറിന്. റിസർവ്ഡായ കമ്പാർട്ട്മെന്റിൽ എങ്ങോട്ടാ പോകുന്നത്? RCCയിലേക്ക് പോവുക ഇല്ലേ? നിങ്ങൾ പറ, ശരിയാണോ അല്ലേ? നമ്മൾ RCC ചെന്നാൽ ഏറ്റവും കൂടുതൽ രോഗികൾ, ക്യാൻസർ രോഗികളെ കാണുന്നത് ആരെയാണ്? മുസ്ലിങ്ങളെയാണ്. എന്തുകൊണ്ട്? കരിച്ചതും പൊരിച്ചതും കഴിക്കും. ഈ കരിച്ചതും പൊരിച്ചതിൽ നല്ലൊരു ശതമാനം അങ്ങാടി വാങ്ങിക്കൊണ്ട് കഴിക്കും. ഈ എണ്ണ പഴകിയ എണ്ണ കഴിച്ചാൽ ക്യാൻസർ ഉറപ്പ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞാമി പറ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ എങ്ങനെ ഇത് ചെയ്തു? നമ്മൾ നബിദിനെതിരല്ലേ? അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ മിനൽ മുഅ്മിനിൽ ലഈഫ്. ദുർബലനായ മുഅ്മിനെ അല്ല വേണ്ടത്, ആരോഗ്യവാനായ മുഅ്മിനാണ്. സലുല്ലാഹൽ മാലാൻ ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. സലുല്ലാഹൽ ആഫിയാൻ എത്ര ഹദീസാ ഉള്ളത്? നിങ്ങൾ അള്ളാഹിനോട് പണം ചോദിച്ചോളി എന്നൊരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. സല്ലല്ലാഹുൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കണം. എത്ര ഹദീസാ ഉള്ളത്? നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? സുമുത്തസ്യഹു, ഭക്ഷണം കുറക്കൂ, ആരോഗ്യം കൂട്ടൂ. ഭക്ഷണം നിയന്ത്രിച്ചാൽ എന്തുണ്ടാവും? ആരോഗ്യം ഉണ്ടാവും. അതിനൊരു കാലം നമുക്ക് തന്നു, ഭക്ഷണം വേണമെങ്കിൽ നിയന്ത്രിക്കാം. ഞാൻ ഈ പ്രാവശ്യം ഒരു നോമ്പുറക്കില്ല. എന്താ പറഞ്ഞാൽ ഇല്ല. വീട്ടിൽ നിന്ന് കാരക്ക കഴിക്കും, വെള്ളം കുടിക്കും, ചെറിയൊരു ഭക്ഷണം കഴിക്കും, ചെറുത്, വളരെ ചെറുത്, എണ്ണയും മെഴുക്കൊന്നുമില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇന്ന് ഇറച്ചി കഴിച്ചാൽ 4 ദിവസം ഇറച്ചിയില്ല. ഇറച്ചി ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കലല്ലേ സുന്നത്ത്? ആഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമല്ലേ? ഇന്ന് നമ്മൾ ഒരു ദിവസം 7 വട്ടല്ലേ ഇറച്ചി കഴിക്കണേ?
ഇറച്ചിക്കട ചെന്നിട്ട് 1 കിലോ ഇറച്ചി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളവനെ കണക്കാക്കുക പാവം, ഗൾഫൊക്കെ പൊട്ടി വന്നല്ലേ. സത്യമാണോ അല്ലേ? 1 കിലോ ഇറച്ചി ചോദിക്കാൻ തന്നെ ഇത് കുറച്ചില്ലല്ലേ. ഒരു 4 കിലോ നോക്ക്. അപ്പൊ എല്ലാവരും സത്യല്ലേ? ഇത് നമുക്കൊരു മിതത്വമില്ല. നമ്മൾ മിതത്വത്തിന്റെ മതാണ്. മിതത്വം എന്നത് ഇല്ല തന്നെ. ഇസ്രാഫ് എന്നാൽ തിന്നയിന്മേൽ തിന്നുക. ഒന്ന് തിന്ന് അത് ദഹിക്കാതെ വീണ്ടും തിന്നുക. ഇതാണ് ക്യാൻസറിന് കാരണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം. ആദ്യം ഭക്ഷണം നിയന്ത്രിച്ചു, വളരെ മിതത്വത്തിലുള്ള ഭക്ഷണം. അപ്പോൾ ബോഡി ഇങ്ങനെ 30 ദിവസം നിയന്ത്രിക്കണം. 30 ദിവസം. പിന്നെ അത് ശീലമായാൽ പിന്നെ ശീലാണ്. ഉദാഹരണം പറയാ, ഭക്ഷണത്തിലെ ചില ശീലങ്ങളെ നമ്മൾ നന്നാക്കൽ എന്നും അത് ശീലവും. ഉദാഹരണം പറയാ, നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കി, ഇന്നൊരു വിഷമം തോന്നും, നാളെ തോന്നും, എന്നാൽ പിന്നെ നിങ്ങളെ ശരീരത്തിന്റെ രീതിയായി എന്ത് പഞ്ചസാര വേണ്ട. പിന്നെ പഞ്ചസാര നിങ്ങൾക്കൊരു എന്താ പറയാ അനാവശ്യമായിരിക്കും. ആണോ അല്ലേ? സത്യല്ലേ? ആണ്. നമ്മൾ ഉപേക്ഷിച്ച് പഠിക്കണം. എല്ലാം ഉപേക്ഷിച്ച് പഠിക്കണം. പഴയ കാലത്തെ ആളുകളോട് ഈ വയറ് പറയേണ്ടേ ഇല്ല, കാരണം തിന്നാനേ ഇല്ല. ഇന്ന് അറബികൾക്ക് അനഭിലഷണീയമായ ഒരു പണം ലഭിച്ചു. അത് ഞാൻ കൃത്യമായി പറഞ്ഞാണ്, ബാക്കി പിന്നെ പറയും. ഒരു അനാവശ്യമായ പണം അറബികൾക്ക് ലഭിച്ചു. അതിപ്പോൾ പറയാൻ തീരുന്ന വിഷയമല്ല. ഈ വിഷയത്തിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 2 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പുറത്തു വരും. ഒരു അനഭിലഷണീയമായ സമ്പത്തിനെ അറബികൾ കൈക്കലാക്കി. അതുകൊണ്ട് പിന്നീട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പണം കുന്നുകൂടി. അപ്പോൾ നിയന്ത്രണമില്ലാതെയായി പലതും. അതിപ്പോൾ പൊട്ടിക്കാവുന്ന ഒരു വിഷയമല്ല. അതൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുമില്ല. പിന്നീട് പറയും. ഏതായാലും 970-കൾക്ക് ശേഷം പണം തന്നെ പണം. അപ്പോൾ ഭക്ഷണം നിയന്ത്രണമല്ലാതെ, അതോടുകൂടി നമുക്ക് ആരോഗ്യമല്ലാതെ, കാണാൻ ഭംഗിയുണ്ട്, നടക്കാൻ വയ്യ. പണ്ട് കാണാൻ വയ്യ, ചുക്കിച്ചു ഒളിഞ്ഞവനാണ്, പക്ഷെ ആരോഗ്യമുണ്ട്. പറഞ്ഞ മനസ്സിലായോ? പണ്ട് മനുഷ്യൻ പണിയെടുക്കും, ഇന്ന് പണിയില്ല. അപ്പൊ മനുഷ്യന് അനാരോഗ്യം വന്നു. പണ്ട് ആഴ്ചയിൽ എൻ്റെ പുരയിൽ, എൻ്റെ തറവാട്ടിൽ ഏകദേശം 10-26 ആളുകളുള്ള എൻ്റെ തറവാട്ടിലെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളെ തറവാട്ടിൽ ആഴ്ചയിൽ 1 കിലോ ഇറച്ചി വാങ്ങും 26 ആൾക്ക്. പിന്നെ അതിന് ഒരാൾക്ക് എന്ത് കിട്ടാനാണ്? ഇറച്ചിക്കാരൻ സ്വാഭാവികമായി കുറച്ച് എല്ലുമായി നിക്ഷേപിക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഈ അവസ്ഥ മാറിയത് നമ്മുടെ ശരീരത്തിന് എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഉന്മേഷം പോയി. ഇനി ഞാൻ ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു വാക്ക് പറയാണ്. ബോഡിക്ക് ഉന്മേഷം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സോളിന് പ്രവർത്തിക്കാൻ കഴിയില്ല.